ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമടുത്തിട്ടും എങ്ങുമെത്താതെ എൻഡിഎ ചർച്ചകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ജെഡിയു, എൻജെപി, രാംവിലാസ് പസ്വാൻ വിഭാഗം, എച്ച്എഎം ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായുള്ള മാരത്തൺ ചർച്ചയാണ് നടത്തുന്നത്. അതേസമയം എൽജെപി, രാംവിലാസ് പസ്വാൻ വിഭാഗത്തിന് 25-ൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ബിജെപി. ജിതിൻ റാം മാഞ്ചിയും ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാൻ ബിജെപി തയ്യാറാകാത്തതോടെ എൻഡിഎ മുന്നണിയിൽ തർക്കം രൂക്ഷമാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എപ്പോൾ വേണമെങ്കിലും വരാമെന്നിരിക്കെ മുന്നണികളിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. എൻഡിഎയും ചർച്ചകൾ വേഗത്തിലാക്കി. ഈ മാസം 10ഓടുകൂടി അന്തിമ പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് എൻഡിഎ ചർച്ചകൾ നയിക്കുന്നത്. അതേസമയം സീറ്റ് വിഭജനത്തിൽ വലിയ അതൃപ്തിയിലാണ് എൽജെപി ഉൾപ്പെടെയുള്ള പാർട്ടികൾ. ഗയ ജില്ലയിലെ 10 സീറ്റുകളിൽ അത്ര ബോധ്ഗയ സീറ്റുകൾക്ക് രാംവിലാസ് പസ്വാന്റെ എൽജെപി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അത്രി മണ്ഡലം വേണമെന്ന നിലപാട് ജെഡിയുവും ശക്തമായി മുന്നോട്ട് വെച്ചതോടെ തർക്കം രൂക്ഷമായി. ഇരു പാർട്ടികൾക്കുമിടയിൽ തർക്കം നിലനിൽക്കുന്നതിനിടെ എച്ച്എഎം പാർട്ടിയും അവകാശവാദം ഉന്നയിച്ച് രംഗത്തുണ്ട്. അതേസമയം ബോധ്ഗയ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും വിട്ടുനൽകാൻ ബിജെപി തയ്യാറല്ല. ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ജിതിൻ റാം മാഞ്ചി ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദം. ഇതോടെ ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ മാരത്തൺ ചർച്ചകളാണ് ബീഹാറിൽ നടക്കുന്നത്. ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയായ എച്ച്എഎം 22 സീറ്റുകളിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. അതിൽ 10 സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമായത്. എൽജെപി, രാംവിലാസ് പസ്വാൻ വിഭാഗത്തിന് 25-ൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ കഴിയില്ലെന്നാണ് ബിജെപി നിലപാട്. അതേസമയം മഹാഗഠബന്ധനിലും സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി. ആർജെഡിയും കോൺഗ്രസും കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ കുറവ് സീറ്റുകളിൽ മത്സരിക്കുകയും ഇടതു പാർട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകാനും ധാരണയായിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.